നമ്മളെ ഏറെ വിഷമിപ്പിച്ച, ഏറെ സങ്കടപ്പെടുത്തിയ, നൊമ്പരപ്പെടുത്തിയ വാർത്തയായിരുന്നു ആ വിദ്യാർത്ഥിനിയുടെ മരണമെന്ന് പറയുന്നത്. സെയിന്റ് ഡൊമിനിക് സ്കൂളിലാണ് അത് സംഭവിച്ചത്. അവിടുത്തെ സ്കൂൾ അധികൃതർക്കെതിരെ, മാനേജ്മെന്റിനെതിരെ, അധ്യാപകർക്കെതിരെ വലിയ വിമർശനങ്ങൾ, വലിയ എതിർപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. അധ്യാപകരുടെ മോശം പെരുമാറ്റം കുട്ടികൾക്ക് നേരെ പല ഘട്ടങ്ങളിൽ ഉയർന്നു വരുന്നു. മാർക്കൊക്കെ കുറഞ്ഞാൽ വലിയ തോതിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നതടക്കമുള്ള പ്രവണതകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന തുറന്നു പറച്ചിലുകളൊക്കെയാണ് ഇന്നലെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്നലെ തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ SFI ഒക്കെ അവിടെ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി എത്തുന്നത് കണ്ടതാണ്. ആ രീതിയിൽ സ്കൂളിൽ ഒടുവിൽ നടപടി സ്വീകരിക്കുന്നത് കണ്ടു. അധ്യാപകർക്കെതിരെ സ്കൂൾ താൽക്കാലികമായി അടച്ച സാഹചര്യം. ഇന്നും പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. പ്രതിഷേധങ്ങൾ മാത്രമല്ല, ഇന്നിപ്പോൾ ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അധ്യാപകരും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്ന ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് AIYF-ന്റെ പ്രതിഷേധം എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ യുവജന സംഘടനകളുടെ വലിയ പ്രതിഷേധം അവിടെ കാണാൻ വേണ്ടി കഴിയുന്നു. കേരള സമൂഹത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ സംഭവം ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്, അധ്യാപകരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നു. അതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന്. അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ഏതായാലും പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സെയിന്റ് ഡൊമിനിക് സ്കൂളിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നു എന്നത് തന്നെയാണ്. പ്രത്യേക സ്കൂൾ മാനേജ്മെന്റിനെതിരെ, സ്കൂൾ അധ്യാപകർക്കെതിരെ പലതരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ, പ്രത്യേകിച്ചും തേക്കാത്ത ചുവരിൽ വിദ്യാർത്ഥികളുടെ മുഖമടക്കം ഉരസിയിരുന്നു എന്നതൊക്കെയുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളടക്കമാണ് അവിടെ നിന്ന് ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടത്. എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആ രീതിയിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു. സച്ചിൻ, ഇപ്പോൾ AIYF-ന്റെ മാർച്ചാണ് കാണാൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? മനു, AIYF-ന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലേക്ക് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം തന്നെയാണ് ഇന്നലെയും ഇന്നുമായി ഈ പാലക്കാട് ഡൊമിനിക് സ്കൂളിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 14 വയസ്സുകാരിയായിട്ടുള്ള വിദ്യാർത്ഥി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ വലിയ രീതിയിലുള്ള മാനസിക പീഡനമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മനംനൊന്താണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണമാണ് ബന്ധുക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകൽ പോലീസിലും മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തുടരുന്നത്. അതായത് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റ് 3 അധ്യാപകരെ, പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകരെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. മനു.